ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. വീട്ടിൽ പച്ചരി ഉണ്ട് എന്നുണ്ടെങ്കിൽ രാവിലെ ശരിക്കും ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ട് ഒരു കിട്ടിലൻ ഐറ്റം തന്നെയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളപ്പനിയാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പച്ചരിയാണ് കേട്ടോ മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് അളവിൽ പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെത് 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പച്ചരി 3-4 തവണ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കുതിരാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 3 മണിക്കൂർ ചുരുങ്ങിയത് കുതിരാൻ വേണ്ടി എന്തായാലും വെക്കണേ. അങ്ങനെ ഇതാ 3 മണിക്കൂറിന് ശേഷം നമ്മുടെ പച്ചരി മൊത്തത്തിൽ വെള്ളം നന്നായിട്ട് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം വെള്ളം ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല, എങ്കിൽ ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് വെള്ളത്തിന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അടുത്ത ഇതിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രയാണോ പച്ചരി എടുത്തില്ല അതിൻ്റെ നേരെ പകുതിയാണ് കേട്ടോ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് അളവിൽ ചോറും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ഏതാണോ വീട്ടിൽ ചോറ് വെക്കുന്ന ആ ഒരു പുഴുങ്ങലരിയുടെ ചോറ് കേട്ടോ ഇട്ടിട്ടുള്ളത്. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെതിപ്പോൾ കുറച്ചധികം തന്നെ നമ്മൾ അരി എടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ 2 തവണയായിട്ടാണ് മിക്സിയുടെ ജാറിലിട്ട് അരച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ തവണയായിട്ട് അരച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് നേരെ പകുതിയായിട്ട് ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ അരി മിക്സ് പകുതിയോളം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് അരിയിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡ്രൈഡ് ഈസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും ഈസ്റ്റും സെപ്പറേറ്റ് കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ 1 കപ്പ് അളവിൽ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അങ്ങനെ ഇത് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ് തന്നെ വേണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടുത്ത ബാച്ച് അരി ഞാൻ മൊത്തത്തിലായിട്ട് മിക്സിയിൽ ഒന്നിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു 3/4 കപ്പിലും കുറച്ചധികമായിട്ട് വെള്ളം കേട്ടോ. 1 കപ്പ് നിറച്ചിട്ട് എടുത്തിട്ടില്ല, അത്രയും വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈസ്റ്റ്, പഞ്ചസാര, വെളിച്ചെണ്ണ അതൊന്നും ഇനി സെക്കൻഡ് ബാച്ചിലേക്ക് നമ്മൾ ഇടണ്ട കേട്ടോ. എല്ലാം ഫസ്റ്റ് തന്നെ കറക്റ്റായിട്ടാണ് അളവ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതും കൂടി ഞാൻ നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ട് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മാവിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. പിന്നെ ഒരല്പം ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക കേട്ടോ. കാരണം നമ്മുടെ സെക്കൻഡ് ബാച്ചിൽ ഈസ്റ്റ് കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. ഉപ്പ് ഒക്കെ മൊത്തത്തിൽ എല്ലായിടത്തും പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ തന്നെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഇത്രയും മതി കേട്ടോ നമ്മുടെ മാവിൻ്റെ തിക്നെസ് ഇതാണ്. പിന്നെ ഓരോ അരിക്കും ചെറിയ ചെറിയ വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും. അങ്ങനെയാണെങ്കിൽ 1-2 സ്പൂൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നമ്മളൊരു ഉഴുന്ന് ദോശക്കൊക്കെ അരക്കുന്ന ആ ഒരു തിക്നെസ്സിൽ അതേ രീതിയിൽ അരച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നല്ലപോലെ ടൈറ്റായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടൈറ്റായിട്ടുള്ള അടപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ചുരുങ്ങിയത് ഒരു 8 മണിക്കൂർ എന്തായാലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ, എങ്കിലേ നന്നായിട്ട് പൊങ്ങി കിട്ടും. പിന്നെ ഓരോ ഏരിയയിലെ ക്ലൈമറ്റിനനുസരിച്ച് ചെറിയ ചെറിയ ടൈമിങ്ങിൽ വ്യത്യാസം വരും കേട്ടോ. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിതിപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിൽ ഉണ്ടാക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ തലേ ദിവസം രാത്രിയാണ് കേട്ടോ മാവ് അരച്ച് വെക്കുന്നത്. അപ്പോൾ എന്തായാലും 8 മണിക്കൂർ റെസ്റ്റിംഗ് ടൈം കിട്ടുമല്ലോ, അതുകൊണ്ട് തന്നെ. അങ്ങനെ നമ്മുടെ മാവിത നല്ലപോലെ ഉഷാറായിട്ട് പതിഞ്ഞ് പൊങ്ങി മുകളിലോളം എത്തിയിട്ടുണ്ട് കേട്ടോ. ചെറിയ രീതിക്ക് ബൗളിൻ്റെ സൈഡിൽ കൂടിയൊക്കെ പോയിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ ക്ലിംഗ് റാപ്പൊക്കെ മാറ്റി ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ബൗളിൽ സൈഡിലുള്ളതൊക്കെ ഞാൻ മൊത്തത്തിൽ ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം മാവ് മൊത്തത്തിൽ കളയണ്ടല്ലോ. എന്നിട്ട് ഇതുപോലെ പതുക്കെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങനെ എന്താ പറയുക, മാവ് ഇതുപോലെ പതിഞ്ഞതിന് ശേഷം ഒരുപാട് സമയത്ത് അങ്ങനെ മിക്സ് ആക്കി കേട്ടോ. ഒന്ന് പതുക്കെ ഒന്ന് മിക്സാക്കുക മാത്രം ചെയ്യുക കേട്ടോ. ഇത്രയേ പരിപാടിയുള്ളൂ. ഇനിയിപ്പോൾ ഇതുപോലെ പണിയറക്കല്ല് അല്ലെങ്കിൽ ഉണ്ണിയപ്പച്ചട്ടി ഞാൻ ഇതുപോലെ സ്റ്റൗ ടോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് വെളിച്ചെണ്ണയാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് എണ്ണയിൽ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ബ്രഷ് ചെയ്യുക മാത്രം ചെയ്താൽ മതി കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് മാവ് ഓരോ കുഴിയിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം മുകളിലോളം അങ്ങ് അറ്റത്ത് തട്ടുന്ന രീതിയിൽ ഒഴിക്കുന്നില്ല കേട്ടോ. കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇതുപോലെ മാവിത മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഓവർ ഫ്ലെയിം കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു 3 മിനിറ്റ് മുതൽ 4 മിനിറ്റ് വരെയാണ് കേട്ടോ ഇതിൻ്റെ കുക്കിംഗ് ടൈം. 3 മിനിറ്റ് കൊണ്ട് തന്നെ ആവും, എന്നാലും ഓരോ ഫ്ലെയിമിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് ആകുമ്പോഴത്തെ സമയത്ത് ഇതുപോലെ അടപ്പ് തുറന്ന് നോക്കുന്ന സമയത്ത് കണ്ടില്ല, മുകൾ ഭാഗമൊക്കെ കുറച്ചൊന്ന് പൊങ്ങി നല്ലപോലെ ആറി വന്നിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അഥവാ ആറി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും 1 മിനിറ്റ് നേരം അങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ ഇത് പതുക്കെ ഓരോന്നോരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മാവ് ഒഴിച്ചതിനനുസരിച്ചിട്ട് ഓരോന്നോരോന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ മൊത്തത്തിൽ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കരിയുന്ന പ്രശ്നമോ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഏകദേശം 1-2 മിനിറ്റ് ഈ ഒരു സൈഡിൽ കൂടി കുക്ക് ചെയ്തെടുക്കേണ്ട പരിപാടിയിൽ ഏതാണ്ട് നമ്മുടെ പണിയാരം റെഡി ആയിട്ടുണ്ട്. നല്ല വെള്ള പണിയാരം എന്ന് പറഞ്ഞ പോലെ നല്ല വെള്ള കളറിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് കിട്ടുകയും ചെയ്യും കേട്ടോ. നല്ല ഹെൽത്തി ഐറ്റം തന്നെ വേണമെങ്കിൽ പറയാം, കാരണം ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും നമ്മളിതിൽ ഒഴിക്കുന്നുമില്ല. അങ്ങനെ ഇതാ നമ്മുടെ മൊത്തത്തിൽ വെള്ള പണിയാരം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഓരോന്നായിട്ട് കോരിയെടുക്കുക. അപ്പോൾ കണ്ടില്ല, നല്ല ഭംഗിയായിട്ട് ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം പൊങ്ങി സെറ്റായിട്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ബാക്കിയുള്ളത് മൊത്തത്തിൽ ചുട്ടെടുക്കുക. അപ്പോൾ ഇതാ ഇത്രയുള്ളൂ, നമ്മുടെ വെള്ളപ്പണിയാറും റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരുപാട് മെനക്കായിട്ടുള്ള പണിയൊന്നുമില്ല. രാത്രി തന്നെ നമ്മൾ മാവൊക്കെയുടെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ എനിക്ക് ഏറ്റവും ബെസ്റ്റ് കോംബോ ആയിട്ട് ഇഷ്ടം എന്ന് പറയുന്നത് തേങ്ങാപ്പാലും കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ്. ഇതിന് മുട്ടക്കറിയും മുട്ട സ്റ്റ്യൂവും അങ്ങനെ എല്ലാ ടൈപ്പ് കറികളും സ്വീറ്റ് തന്നെയാണ്. എന്നാൽ എനിക്കൊന്നുകൂടി തേങ്ങാപ്പാലും പഞ്ചസാരയും ബെസ്റ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ നല്ല സ്പോഞ്ച് പോലത്തെ വെള്ളപ്പണിയാർ റെഡിയാക്കി നോക്കണം കേട്ടോ. ഇതുവരെ ഇങ്ങനെ റെഡിയാക്കിയിട്ട് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ എന്തായാലും ചെയ്ത് നോക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്